ശരിയാക്കും. മൊത്തം മണ്ണ. അയ്യോ അച്ഛാ, എന്തെങ്കിലും പറ്റിയോ അച്ഛാ? ഇല്ല മക്കളെ, എനിക്കൊന്നും പറ്റിയില്ല. എനിക്ക് പൊട്ടിയെന്ന് തോന്നുന്നു. പൊട്ടിയോ? അയ്യോ, ഇതും പൊട്ടിച്ച്. എന്താ അച്ഛാ ഇതാ? മക്കളെ, ഒട്ടിക്കാൻ പറ്റുന്നതാണ് അച്ഛൻ ഒട്ടിച്ചു തരാം. പിന്നെ ഒട്ടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒട്ടിച്ചു തരാം. എന്താ അച്ഛാ, അച്ഛൻ ഈ കാല് വയ്യാണ്ടിരിക്കുമ്പോ ഇങ്ങനെ നടക്കാൻ പാടുണ്ടോ? അത് മോളെ കാല് സ്ലിപ്പായി വീഴാൻ പോയപ്പോ പൊട്ടിയല്ലേ. എന്നാ ചെയ്യാനാ? പിന്നെ എന്ത് ചെയ്യാനാ? അച്ഛൻ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എന്നെ വിളിച്ചാൽ പോലെ, ഞാൻ ചെയ്ത് തരത്തില്ലേ? അത് മക്കളെ ഞാൻ കുറെ തവണ വിളിച്ചതാ. എപ്പോഴാ അച്ഛനെ വിളിച്ചത്? അയ്യോ, കുറെ തവണ വിളിച്ചത്. ഞാൻ ചെയ്തില്ലല്ലോ. അത് മോള് കേൾക്കാത്തോണ്ട് മോള് വല്ല ജോലിത്തിരക്കിലാവും. ശല്യപ്പെടുത്തുന്നെന്ന് വിചാരിച്ചിട്ടല്ലേ അച്ഛന് വെള്ളം എടുക്കാൻ പോയത്. ഓ, ശല്യപ്പെടുത്തുന്നെന്ന് വിചാരിച്ചപ്പോ പെരട്ടി പണിയിൽ നിന്നിട്ട് ഇവിടെ കാണാൻ വന്നിരിക്കും. മക്കളെ ഇട്ട് അച്ഛൻ നിർത്തോളാം. അയ്യോ വേണ്ടേ, ഇനി എനിക്ക് പണി തരാതെ അതെങ്ങാനും പോയി അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കും. പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശന്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ. അതെ, മുത്തശ്ശന്റെ കണ്ണിൽ കൂടി കയറിയോ? മക്കള് പോയി കളിച്ച. മുത്തശ്ശി ഇരിക്കും. മുത്തശ്ശനമ്മ വഴക്ക് പറഞ്ഞല്ലേ? ഇല്ല മക്കളെ, ഞാൻ കേട്ടായിരുന്നല്ലേ. അമ്മ എപ്പോഴും എങ്ങനെയാ മുത്തശ്ശ അപ്പൂന് വെറുതെ വഴക്ക് പറയും? അപ്പൂ കുരുത്തക്കേട് കാണിക്കണമെന്നല്ലേടാ അമ്മ നിന്നെ വഴക്ക് പറയാറ്. ശരിയാ, പക്ഷേ മുത്തശ്ശ കുരുത്തക്കേട് കാണിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ അമ്മ എപ്പോഴും മുത്തശ്ശനോട് വഴക്ക് പറയുന്നത്? അപ്പൂ ഇന്ന് വാട്സാണോ? എരിവുമില്ല പുളിയുമില്ല. എന്തുവാ ഇത്? മതിയോ? എന്നാടാ, ഇഡ്ഡലിയാണോ? മുത്തശ്ശനാണോ? ചണ്ടിയൊക്കെ ഉണ്ട്. മക്കളെ, ഇന്ന് എനിക്ക് ഓട്സ് വേണ്ട. നീ എനിക്ക് 2 ഇഡ്ഡലി എടുത്ത് പെട്ടെന്നാവട്ടെ. 2 ഇഡ്ഡലി എടുക്കാൻ. അച്ഛൻ ഇപ്പൊ ഇഡലി കഴിക്കണ്ട. ഒന്നാമതെ ഷുഗറാ. എങ്ങാനും കൂടിപ്പോയി വീണ് പോയാലേ പൊക്കിക്കൊണ്ട് പോകാൻ ആരും ഇവിടില്ല. അതുകൊണ്ട് ഓട്സ് കഴിച്ചാൽ മതി. ഇല്ലാത്ത സമയത്ത് മനുഷ്യനോരൊന്ന് ഉണ്ടാക്കി വെക്കുമ്പോ ഓരോരോ വേഷം കെട്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കണം. അല്ലാതെന്താ? അപ്പൊ കഴിച്ചങ്ങോട്ട്. അല്ലേലും വയസ്സാം കാലത്ത് ഓട്സ് ഒക്കെ തന്നെ നല്ലത്. അസുഖമൊന്നും വരത്തില്ലല്ലോ. അയ്യോ മക്കളെ, ഇനി അവിടെ വന്നാലും മതി. ഇല്ല മുത്തശ്ശ, അവന് കാണത്തില്ലെന്നേ. കഴിക്കേ. വേണ്ട മക്കളെ, അവള് കണ്ടാൽ മുത്തശ്ശ കഴിക്ക്. കാണുവേ ഒരു ചെറുക്കൻ്റെ ഒരു കാര്യം.
വേണം. മൂത്തവരെ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാൻ നിനക്ക് അറിയില്ല. അമ്മയ്ക്ക് അപ്പൊ അറിയാം. എന്നിട്ട് മുത്തശ്ശിനെ റെസ്പെക്ട് ചെയ്യാതെ. അമ്മ ഇത്രയും മുത്തശ്ശനോട് ദേഷ്യപ്പെട്ടിട്ടും അമ്മ ഇതുവരെയും മുത്തശ്ശനോട് സോറി പറഞ്ഞിട്ടുണ്ടോ? വാതൊന്ന് പറ, സോറി പറഞ്ഞിട്ടുണ്ടോന്ന്. ഇല്ല. നിനക്ക് എത്ര വയസ്സിന് മുതിർന്ന അമ്മ മുത്തശ്ശൻ മുത്തശ്ശനെ റെസ്പെക്ട് ചെയ്യാമല്ലോ. അമ്മയെ കണ്ടല്ലേ ഞാൻ പഠിക്കുന്നേ. ഇപ്പൊ അമ്മ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാതെ എന്നോട് റെസ്പെക്ട് ചെയ്യാൻ പോലെ അമ്മക്ക് എന്താ അവകാശം? പറ, അമ്മക്ക് എന്താ അവകാശം? I am sorry, Appu. മുത്തശ്ശനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നെങ്കിൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ നീ പറഞ്ഞത് ശരിയാ, റെസ്പെക്ട് ചെയ്യണം. എന്നോട് ക്ഷമിക്കപ്പോ. സോറി എന്നോടല്ല അമ്മ പറയുന്നത്, മുത്തശ്ശനോടാ. അത് മക്കളെ അച്ഛനൊരു മുട്ടായി തിന്നാൻ തോന്നി. മോളോട് ചോദിച്ചാൽ തരാത്തത് കൊണ്ട് അച്ഛൻ തന്നെ എടുത്ത് കഴിച്ചത്. അച്ഛനെ വേണ്ട, മക്കളെടുത്ത് വെച്ചോ. അല്ലേലും ഈ വയസ്സാം കാലത്ത് മുട്ടായി തിന്നാൻ നടക്കില്ലേ. അച്ഛാ മക്കളെ, അച്ഛന് ഷുഗർ കൂടുമെന്ന് പേടിച്ചിട്ടല്ലേ അച്ഛാ അച്ഛൻ ഞാൻ ഈ സ്വീറ്റ്സ് ഒന്നും തരാത്തെ. ഷുഗർ മക്കളെ ഇത്തിരി കൂടുതലാണ്, എന്നാലും മധുരമൊക്കെ ഞാൻ ഒരേ കൂടി. സാരമില്ല, അച്ഛൻ നിയന്ത്രിച്ചോളാം. കേട്ടോളാം അച്ഛാ. എനിക്കാണോ? ലാസ്റ്റ് തവണത്തേക്ക് നീ ഞാൻ കാണാതെ ഈ സ്വീറ്റ്സ് ഒന്നും എടുത്ത് കഴിക്കല്ലേ. അയ്യോ ഇല്ല മക്കളെ, ഇനി മോള് കാണാതൊന്നും എടുത്ത് കഴിക്കത്തില്ല. മോളെ ഇത് എവിടെയും പാത്ത് എന്താ